ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം പൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ മലയാളികളുടെ സ്വന്തം ഈവനിങ് സ്നാക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പഴംപൊരിയുടെ റെസിപ്പി ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇന്നത്തെ വീഡിയോ കുക്കിംഗ് പഠിച്ച് വരുന്നവർക്കും പിന്നെ പഴംപൊരി കറക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദക്ക് പകരം കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ മൈദയാണ് യൂസ് ചെയ്യാറുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുത്തിരിക്കുന്ന പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ടും പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടും മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഫുഡ് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, എന്നാലും അതിനേക്കാളും നല്ലത് മഞ്ഞൾപ്പൊടിയല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് സ്പെഷ്യലായിട്ടൊരു കാര്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദോശമാവാണ്. ഈ ബാറ്റർ ഒന്ന് പുളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ദോശമാവ് ചേർത്ത് കൊടുക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ദോശമാവ് ചേർക്കുമ്പോൾ നല്ല പുളിയോട് കൂടിയുള്ള മാവ് ചേർക്കരുത്. അത് പഴംപൊരിയുടെ ടേസ്റ്റിനെ തന്നെ അങ്ങ് ബാധിക്കും, ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് പുളിയൊക്കെ കുറഞ്ഞ ദോശമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർക്കാതെ കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. കട്ടകളൊന്നും കൂടാതെ ബാറ്റർ തയ്യാറാക്കിയെടുത്താൽ പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. സ്പൂണ് വെച്ചിട്ടോ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് 2-3 മിനിറ്റ് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ബാറ്ററി ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 1/4 മണിക്കൂർ മുതൽ അരമണിക്കൂർ വരെ വെക്കാം. പിന്നെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം തന്നെ വെച്ചോളൂ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് 2 മിനിറ്റ് കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും പൊങ്ങി വരാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ബാറ്ററിൻ്റെ കാര്യം പറയുന്നതാണെങ്കിൽ നല്ല ലൂസായിട്ടും ഇരിക്കാൻ പാടില്ല, നന്നേ തിക്കായിട്ട് ഇരിക്കാനും പാടില്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടുന്നത്. മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പഴം മാവിലേക്ക് മുക്കിയെടുക്കുമ്പോൾ, അതായത് കോട്ട് ചെയ്തെടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. കറക്റ്റായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിരിക്കുന്ന പഴം തന്നെ വേണം പഴംപൊരിയൊക്കെ തയ്യാറാക്കുമ്പോൾ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ വലിയ സൈസിലും ചെറിയ സൈസിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ പഴംപൊരി തയ്യാറാക്കി തുടങ്ങാം. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം വലിയ സ്ലൈസ് ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഫ്ലെയിമും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിലും പാടില്ല, ലോ ഫ്ലെയിമിലും പാടില്ല. ലോ ഫ്ലെയിമിലാവുമ്പോൾ ഓയിൽ നന്നായിട്ട് വലിച്ചെടുക്കും. പഴംപൊരി നല്ല ഓയിൽ കുടിച്ചിരിക്കും, നല്ല ഓയിലി ആയിരിക്കും. പിന്നെ ഹൈ ഫ്ലെയിമിലാവുമ്പോൾ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് ഡാർക്ക് കളറാവും, ഉൾഭാഗം അതായത് പഴം നന്നായിട്ട് കുക്കായിട്ട് വരികയും ചെയ്യില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് എടുത്തു വെക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. മറ്റുള്ള സ്നാക്ക് റെസിപ്പീസും മറ്റുള്ള റെസിപ്പീസൊക്കെ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്